ഹായ് ഹലോ. ഇത്തവണ ഞാനും ചിക്കുവും കൂടിയാണ് എറണാകുളത്തേക്ക് വന്നത്. ചിക്കുവിന് കോളേജ് അവധി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന്. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോയാലോ എന്ന് തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കാറിൽ കയറ്റുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാനും കുഞ്ഞാമ്മയും കൂടി കുഞ്ഞാമ്മയ്ക്ക് കുടയൊക്കെ എടുത്ത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് നടക്കുക. നമ്മൾ വൈകിട്ട് വെയിലൊക്കെ താന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് താഴെ വരും കേട്ടോ. ഫ്ലാറ്റിന് താഴെ ഇതേ കൂട്ട് ഇവിടെ എല്ലാം കളിക്കാനുള്ള പാർക്കുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുക. എപ്പോഴും നല്ല വൃത്തിയാണ്. ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് കുഞ്ഞ് ടാറ്റ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു 3:30 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് എറണാകുളത്ത് നിന്ന് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോവാം. പാലക്കാട് ദേശീയപാതയിലെ കുതിരാൻ റോഡെന്നാണ് ആ ഒരു ഗുഹയിലോട്ട് നമ്മളിങ്ങനെ കയറിയില്ലേ അതിന് പറയുന്നത്, കുതിരാൻ റോഡ്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കൊല്ലംകോട് അവിടെ ഷൂട്ട് നടക്കുന്നു. അപ്പം നമ്മൾ അപ്പുറം ഇപ്പുറം വയലാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ വണ്ടി എടുത്തത്. കൊല്ലംകോട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറേ നേരം അവിടെ നിർത്തി അവിടെയൊക്കെ നിന്നിങ്ങനെ കാണണമെന്നൊക്കെ ഉണ്ട്. അതിൽ അവിടെ ഷൂട്ട് നടക്കുന്നത്. അത്ര നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വരുന്ന വണ്ടിക്കാരൊക്കെ നിർത്തുന്നുണ്ട് അവിടെ. നിർത്തി നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. ഒരു ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എടുത്ത് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ പോയ വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അത് ആ കാവടിയൊക്കെ ആയിട്ട് കൊട്ടും മേളവും ഡാൻസും ഒക്കെ ആയിട്ട് വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണി ആവാറായി. അപ്പം നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ആക്കിയാലേ പറ്റത്തുള്ളൂ. നമുക്ക് തഞ്ചാവൂർ ശിവക്ഷേത്രത്തിൽ പോകണം. അപ്പം ഇതിപ്പോൾ ദാണ്ട വണ്ടി ഓടി പളനിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പളനിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ കയറി തൊഴുതിട്ട് തഞ്ചാവൂർക്ക് പോവാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ ദാണ്ട ദേ മേളി പളനി മല കണ്ടോ.
രാത്രി 10 മണി ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ നമുക്ക് റൂമൊക്കെ എടുക്കണം. അപ്പം വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് നമുക്ക് റൂം തിരക്കുവാണ്. അങ്ങനെ നമ്മളങ്ങോട്ട് ചെല്ലുന്ന ഉടനെ തന്നെ ഏജൻറ്റുമാരൊക്കെ ഇങ്ങനെ ഓടി വരും, റൂം വേണോ എന്ന് ചോദിച്ച്. അപ്പം നമുക്കങ്ങനെ റൂം കിട്ടി. ലഗേജ് എല്ലാം നമ്മൾ റൂമിൽ വെച്ചിട്ട് നമ്മൾ പളനിയിലോട്ട് വരുവാ കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നാളത്തെ സമയമൊക്കെ അറിയാനായിട്ട് നമ്മൾ പളനി കയറുന്നതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാ. തൊട്ടടുത്ത് തന്നെയാണ് റൂം കിട്ടിയത്. ഇതാ പളനി അമ്പലം കണ്ടോ, ലൈറ്റ് കണ്ടോ മേളിൽ മലയുടെ മുകളിൽ, അതാ പളനി കേട്ടോ. നല്ല ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ രാത്രിയല്ലേ, രാത്രി ആയതുകൊണ്ട് ഇതിന് സൈഡിലായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത് കേട്ടോ. നമ്മുടെ കാർ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് ചുറ്റി കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നാളെ എത്ര മണിക്ക് അമ്പലം തുറക്കും, പിന്നില്ല റോപ്പ് കാറുണ്ടല്ലോ മേളിൽ നമ്മൾ സ്റ്റെപ്പ് കയറാതെ, അപ്പോൾ അതിൻ്റെയൊക്കെ ടൈമൊക്കെ ചോദിച്ച് ഞങ്ങൾ അതെല്ലാം ചോദിച്ചറിയാനായിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങൾ പളനിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്, തൊട്ടടുത്ത്. അപ്പോൾ അന്ന് ഞങ്ങളിതേ കൂട്ട് അവിടെ എല്ലാം നടന്ന് കണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഏകദേശം രൂപം കിട്ടി ഇങ്ങോട്ട് പോയാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുക കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പം വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ ആൾക്കാരെല്ലാം 10:30 കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരെല്ലാം എന്നാൽ ഉണ്ട് താനും. അപ്പം നമ്മൾ നടന്ന് പളനി അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. അങ്ങനെ അവിടെ തിരക്കിയപ്പോൾ വെളുപ്പിനെ 5 മണിക്ക് ഗേറ്റ് തുറക്കും, നമ്മുടെ മേളിലോട്ട് സ്റ്റെപ്പ് കയറാനുള്ള. പിന്നെ മറ്റേ റോപ്പ് കാറ് 6 മണിക്ക്. പിന്നെ വേറൊരു അപ്പുറത്തുനിന്നൊരു ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്ടുണ്ട്, അത് 7 മണിക്ക്. അങ്ങനെ സമയമൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കണ്ട്. അപ്പോഴും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നു. തൊഴുതിട്ട് ഇറങ്ങിയവരൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുക. പളനി അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ ഇതുവഴിയാണ് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറുന്നത്. പിന്നെ മറ്റേ റോപ്പ് ട്രെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ, റോപ്പ് കാറ് അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം സൈഡ് വെളുപ്പിനെ ഒരു 4:30 ആകുമ്പോൾ നമുക്ക് കുളിച്ച് റെഡിയായിട്ട് വന്ന് സ്റ്റെപ്പ് കയറി തന്നെ തൊഴാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ കുഞ്ഞാമ്മി അവിടെ എല്ലാം ഓടി നടക്കുക കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ഓടി നടന്ന് കളിക്കുക കുഞ്ഞാമ്മി. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് നമുക്കൊന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കാം, ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ 4:30 എഴുന്നേൽക്കണം. വെളുപ്പിനെ ഒരു 4:30 മണിയായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാമ്മി ദാണ്ട് കുളിച്ച് റെഡിയായി ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്.
നമ്മുടെ റൂമിൽ നിന്നുകൊണ്ട് കാണാം പളനിമല. അതാണ് തൊട്ട് ബാക്കിൽ ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം നമുക്കിനി അമ്പലത്തിലോട്ട് പോവാം. ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. രാവിലെ കുളിച്ചൊരുങ്ങി എവിടെയൊക്കെ പോകുവാന്ന് ഞാൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉത്തരം പറയുന്നുണ്ട്, അമ്പാട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മാലയൊക്കെ പിടിച്ച് നോക്കുന്നു. കുഞ്ഞമ്മയുടെ അച്ഛനും അമ്മയും അപ്പുറത്തെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തൊഴാനായിട്ട് ഇറങ്ങും. നമുക്ക് 5 മണിക്ക് തന്നെ നമുക്ക് കയറണം. അങ്ങോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് തിരിച്ച് റോപ്പ് കാറിനകത്ത് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുക. ഒരാൾക്ക് 50 രൂപ ടിക്കറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കുക. വെളുപ്പിനെ ആയതുകൊണ്ട് തിരക്കൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് ഞങ്ങൾ പോവുക കേട്ടോ, അമ്പലത്തിലോട്ട് പോയിട്ട് വരാം. ഞങ്ങൾ പടി കയറി മേളിൽ ചെന്ന് തൊഴുത്. തിരക്ക് കുറവായിരുന്നു. കാര്യം അമ്പലം തുറന്ന സമയത്ത് തന്നെ നമ്മളകത്ത് മേളിൽ കയറി നല്ല വൃത്തിയായിട്ട് കണ്ട് തൊഴുത്, പിന്നെ പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ റോപ്പ് കാറിനകത്ത് നമ്മൾ തിരിച്ച് താഴെ വന്ന് ഇനി നമുക്ക് തഞ്ചാവൂരോട്ട് പോകണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി കുടിക്കണം. അപ്പം നമുക്കിനി റൂമിൽ പോയിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് വേണം പോവാനായിട്ട്. ഇനി നമുക്ക് ലഗേജൊക്കെ പാക്ക് ചെയ്ത് കാറിൽ കയറ്റണം. അത് കഴിഞ്ഞ് കാപ്പി കുടിക്കണം, പോകണം. അപ്പോൾ എല്ലാം താണ്ട ഒതുക്കി എടുത്ത് വെച്ച് ഞങ്ങൾ പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് പോവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പളനിയിൽ നിന്ന് തന്നെ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ തഞ്ചാവൂരോട്ട് പോവുക, അവിടുത്തെ ശിവക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.